മലപ്പുറത്തേക്കാണ്. മലപ്പുറം നിലമ്പൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വടപുറം താളിപ്പൊയിൽ മേഖലയിലെ വീട്ടുവളപ്പിലും കൃഷിയിടത്തിലും ഇറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തി. കഴിഞ്ഞ ദിവസവും നിലമ്പൂർ നഗരത്തിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നു, ജനങ്ങൾ അത്രത്തോളം ഭീതിയിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ രാത്രിയിലുള്ള ദൃശ്യമാണോ? അതെ റോഷി, മലപ്പുറം ജില്ലയിൽ ഈ കാട്ടാന ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. നിലമ്പൂർ വടപുറത്തിനടുത്താണ് ഇപ്പോൾ കാട്ടാനയുടെ ഒരു വ്യാപകമായിട്ടുള്ള വിളയാട്ടം ഉണ്ടായിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, വിളകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ നിലമ്പൂരിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ വടപുറം താളിപ്പൊയിൽ ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. വളപ്പിലും കൃഷിയിടത്തിലും കയറി കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണം. വിശേഷം വനപാലകർ ഈ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വലിയ പരിഭ്രാന്തിയുണ്ട്. പുറത്തിറങ്ങി നടക്കുന്നതിനുൾപ്പെടെ വലിയ പരിഭ്രാന്തിയുണ്ട്. സാധാരണ ജനങ്ങൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തുൾപ്പെടെ ഈ ആന ജനവാസ മേഖലകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതോടൊപ്പം തന്നെ വിളകളും വ്യാപകമായിട്ട് നശിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രതാ നടപടിയുടെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ വനം വകുപ്പ് സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ വടപുറം താളിപ്പൊയിൽ ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസവും കാട്ടാന ഇറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി, മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്.